ഇതാണോ ഇടതുപക്ഷം, ഇതാകണമോ ഇടതുപക്ഷം എന്ന ചോദ്യം ഉയർത്തുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ സന്ദീപ് വാര്യരെ ആയുധമാക്കി ഇടതുപക്ഷം നടത്തുന്ന പ്രചരണം. സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകൾ ഉയർത്തിക്കാട്ടി പത്രപരസ്യം നൽകിക്കൊണ്ടാണ് LDF തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തെ നേരിടാൻ തയ്യാറായിരിക്കുന്നത്. സിറാജിനും സുപ്രഭാതത്തിലുമാണ് ഇത്തരത്തിലൊരു പരസ്യം LDF നൽകിയിരിക്കുന്നത്. അതേസമയം ദേശാഭിമാനിയിൽ ഈ പരസ്യമില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ടാണ് ഇടതുപക്ഷ താൽപര്യത്തിൽ സംശയം കൂടുന്നത്. അഡ്വറ്റോറിയൽ ശൈലിയിലാണ് പരസ്യം നൽകിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. വാർത്താ ശൈലിയിലുള്ള പരസ്യങ്ങളെയാണ് അഡ്വറ്റോറിയൽ എന്ന് പറയുന്നത്. സരിൻ തരംഗം എന്ന വലിയ തലക്കെട്ട് പരസ്യത്തിൽ കാണാം. എന്നാൽ പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയാണ്. സന്ദീപ് പലതവണയായി പറഞ്ഞ വിവിധ വർഗീയ പരാമർശങ്ങളാണ് പരസ്യത്തിലുള്ളത്. കശ്മീരികളുടെ കൂട്ടക്കൊല ആഹ്വാനം, CAA കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ, ഗാന്ധിജി വധം തുടങ്ങിയ വിഷയങ്ങളെ പറ്റിയുള്ള പരാമർശങ്ങളാണ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ തെരഞ്ഞെടുത്തത് മുസ്ലിം സമുദായത്തോടുള്ള ചേർന്ന് നിൽക്കുന്ന 2 പ്രധാന പത്രങ്ങളെയാണ്. ഇതോടെ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം സരിന് ഉറപ്പിക്കാനുള്ള നീക്കമാണ് CPM-ഉം ഇടതുപക്ഷവും നടത്തുന്നതെന്ന് വ്യക്തമായി. അത്തരത്തിലൊരു വർഗീയ അജണ്ടയിലൂടെ വോട്ട് പിടിക്കേണ്ട അനിവാര്യത CPM-നുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. സാധാരണ ഇടത് പരസ്യങ്ങളെല്ലാം ദേശാഭിമാനിയിൽ വരാറുള്ളതാണ്. പക്ഷേ പാലക്കാട് അത് വേണ്ടെന്ന് വെച്ചു. ഏതു തരത്തിലും വോട്ട് നേടാനുള്ള CPM തന്ത്രമായി ഇതിനെ വിലയിരുത്തുന്നുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത പരസ്യമായി ഇത് മാറുകയാണ്. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ, ഹാ കഷ്ടം, കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നീ തലക്കെട്ടുകളുള്ള പരസ്യത്തിൽ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ചു കൊന്നതാണ് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന ചാനൽ ചർച്ചയിലെ പ്രസ്താവനയും ചിത്രവും ഉൾപ്പെടെ പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണോ ജമാഅത്തെ ഇസ്ലാമിക്കാരും SDP-ക്കാരും പറയുന്നതെന്നും പരസ്യത്തിലൂടെ ചോദിക്കുന്നു. സരിനെ CPM-ലേക്ക് അടുപ്പിച്ച CPM സന്ദീപ് വാര്യരെയും ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. മന്ത്രി MP രാജേഷും AK ബാലനും പോലും സന്ദീപിനെ പൊക്കി സംസാരിക്കുകയും ചെയ്തു. നല്ല പയ്യനെന്ന് ബാലേട്ടൻ വിളിച്ച സന്ദീപ് പക്ഷേ പോയത് കോൺഗ്രസിലേക്കായിരുന്നു. ഇതോടെ വിഷനാവായി സന്ദീപ് മാറുകയും ചെയ്തു. ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതിനിടെ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. 2 പത്രങ്ങളിലേത് മാത്രം വിവാദമാക്കുന്നത് എന്താണെന്നറിയില്ല. കോൺഗ്രസ് പരാജയ ഭീതിയിൽ വിവാദമുണ്ടാക്കുകയാണ്. സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നു. സന്ദീപ് ഇപ്പോഴും RSSകാരനാണ്. എല്ലാ പത്രങ്ങളിലും ഒരേ ഉള്ളടക്കമാകണമെന്നില്ല. സന്ദീപ് പറഞ്ഞത് തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്തതെന്നും MP രാജേഷ് പത്രപരസ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. സന്ദീപ് വാര്യർ ഇപ്പോഴും RSS വിട്ടിട്ടില്ലെന്ന് AK ബാലൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ RSSന് വിട്ടുകൊടുത്ത സ്ഥലം ഇപ്പോൾ ആരുടെ നിയന്ത്രണത്തിലാണ്? സംഘപരിവാർ ആശയം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന്റെ ഔചിത്യം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ന് കണ്ടത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മോഡിഫൈഡ് വേർഷനാണെന്ന് ഷാഫി പറമ്പിൽ തിരിച്ചടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇതിന് അനുമതി കൊടുത്തു? BJP ഈ പരസ്യം കൊടുത്താൽ മനസ്സിലാക്കാം. പത്രത്തിന്റെ കോപ്പി MP രാജേഷിന്റെ വീട്ടിലും AK ബാലന്റെ വീട്ടിലും എത്തിക്കണം. സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞത് ആരാണെന്നും അദ്ദേഹം ചോദിച്ചു. എന്തായാലും സമാനതകളില്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പ്രകടനങ്ങളാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിൽ എത്തിയതോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകളും സന്ദീപ് വാര്യരുടെ മുൻകാല പോസ്റ്റുകൾ എടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങളും പ്രതിപക്ഷ മുന്നണികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേസമയം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കൂടി ഈ ഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. എന്നാൽ ഈ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് കാസിം അല്ല പോസ്റ്റ് നിർമ്മിച്ചതെന്ന് പോലീസ് ഹൈക്കോടതിയിലെന്ന് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കാസിമിന്റെ പേരിലാണ് സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നത്. LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് ലീഗ് പോസ്റ്റ് നിർമ്മിച്ച് പ്രചരിപ്പിച്ചെന്നായിരുന്നു പരാതി. പ്രഥമ ദൃഷ്ട്യാ നടത്തിയ അന്വേഷണത്തിൽ കാസിം കുറ്റം ചെയ്തതായി കരുതുന്നില്ല എന്ന് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുമുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത രീതിയിലുള്ള ചേരിപ്പോരുകളും ആശയ വാഗ്വാദങ്ങളുമാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നവംബർ 23-ന് 3 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതോടുകൂടി അടുത്ത ഘട്ടത്തിലേക്കുള്ള വാക്പോരുകൾ തുടരുക തന്നെ ചെയ്യും.